ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ്തിമോളാണ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള അയല മീൻ കറിയാണ്. കുടംപുളിയിട്ട അയല മീൻ കറി. അതിനാവശ്യമായ സാധനങ്ങൾ ചെറിയ ഉള്ളിയാണ്. അത് കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള, തക്കാളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് തുടങ്ങിയ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 അയലമീൻ കറിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഏകദേശം ഒരു 150 ഗ്രാം സവാള, ഒരു 10 ഗ്രാം ഇഞ്ചി, 10 ഗ്രാം പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു 50 ഗ്രാമിൻ്റെ ഒരു ചെറിയ തക്കാളി, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ വറ്റൽമുളകിട്ട് കടുക് താളിക്കാനാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം ചട്ടി ചൂടായി ഒരു 5 ഗ്രാം കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിത്തുടങ്ങി. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം കറിവേപ്പില, വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, തുടങ്ങിയ സാധനങ്ങൾ ചെറു തീയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല രീതിയിൽ വഴറ്റേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റ് സമയം വേണ്ടി വരും ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാൻ. എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പുളി കൊണ്ടുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാനൊരു മൺചട്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പാകം കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഐറ്റംസ് ഏകദേശം വഴറ്റിയെടുത്തിരിക്കുകയാണ്. അതിലേക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഒപ്പം ചെറുതായി അരിഞ്ഞ സവാളയും സവാള പെട്ടെന്ന് വേവുന്നതിന് വേണ്ടി ഒരു ചെറിയ പൊടിക്കൈ, മറ്റൊന്നുമല്ല, നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഒരു 1/4 ടീസ്പൂൺ, അതായത് 2-2.5 ഗ്രാം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ചെറുതീയിലാണ്. ഒരു 5 നിമിഷം വേണ്ടി വരും. നന്നായിട്ടിത് പാകമായി നല്ല ബ്രൗൺ നിറമായതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറിയുടെ കൂട്ട് തയ്യാറാക്കാൻ സമയമായി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ സവാള, ചെറിയ ഉള്ളി, തക്കാളി തുടങ്ങിയവ കടുക്
താളിച്ച് അതിനെ നന്നായിട്ട് വഴറ്റി ഏകദേശം ഒരു ഗോൾഡൻ നിറം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിക്കൂട്ടുകൾ ചേർക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 25 ഗ്രാം മുളക് പൊടി, ഒരു 10 ഗ്രാം സാദാ മുളക് പൊടി, 25 ഗ്രാം കാശ്മീരി ചില്ലി, ഒപ്പം മല്ലി, കുരുമുളക്, ഉലുവാപ്പൊടിയാണ്, ഒപ്പം മഞ്ഞൾപ്പൊടിയും ഒരു 5 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് ഈ പാകപ്പെട്ടിരിക്കുന്ന സവാള വഴറ്റിയ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല റെഡ് കളറിലാവുമ്പോൾ, നല്ല ഡാർക്ക് റെഡ് കളർ ആവുമ്പോഴേക്കും മാത്രമേ അതിലേക്ക് വെള്ളം ഒഴിക്കാവൂ. ഒരു കാരണവശാലും പച്ചവെള്ളം നേരിട്ട് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ചൂടുവെള്ളം തന്നെ, മീൻകറി എന്നല്ല ഏത് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഓക്കെ, 1 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ കറിക്കൂട്ട് ഇത്തരത്തിൽ നല്ല റെഡ് കളറായിട്ട് മാറി നന്നായിട്ട് വഴറ്റിയെടുത്തു. നന്നായിട്ട് മൂപ്പിച്ച് നല്ല ബ്രൗൺ, നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് മാറി. നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. ഒഴിക്കാം. നന്നായിട്ട് കുടംപുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച കുടംപുളി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം, തിളച്ച വെള്ളം കറിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഭംഗിയുള്ള ഗ്രേവി റെഡിയായിട്ടുണ്ട്. അതിലേക്ക് വെള്ളത്തിൽ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന കുടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിനി നന്നായി തിളച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നൊരു പാകമാകുമ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്ന് തിളയ്ക്കാൻ ഒരു 2 മിനിറ്റ് സമയം കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഗ്രേവി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച ഗ്രേവിയിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് 4 മിനിറ്റിൽ കൂടുതൽ മീൻ വേവാൻ പാടില്ല. പ്രത്യേകിച്ചും അയലയാണ്, പൊടിഞ്ഞു പോകും, ടേസ്റ്റ് വ്യത്യാസം വരാം. എങ്ങനെയുണ്ട്? ഓക്കെ, ഇനി മീൻ ഇട്ട് കൊടുത്തു. അതൊന്ന് തിളയ്ക്കുന്നത് വരെയുള്ള സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. ചെറുചൂടോടുകൂടി ഉപയോഗിക്കാം. കുറച്ചുകൂടി എന്താ പറയുക, സ്പൈസി ആകണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം
ഒരു 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഉതിർത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതും നല്ല മണമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഹോട്ട് ചില്ലി, അതായത് മണമുള്ള ഉടൻകുല്ലി മുളകൊക്കെ ഇടുകയാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അതല്ല കാന്താരി മുളകാണ് ഇടുന്നതെങ്കിൽ അത് അതിനേക്കാൾ ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള ഫീലാണ് നമുക്ക് കിട്ടുക. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അത് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നമുക്കിവിടെ സിറ്റിയിലത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് സാധാ പച്ചമുളക് ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു.